ചുമട്ട് തൊഴിലാളിക്കാരന് സമാധിയാവാക്കൂ. വൈകുണ്ഠസ്വാമിക്കും ശ്രീനാരായണനും അതുപോലെ ചട്ടമ്പി സ്വാമിക്കും മാത്രമേ സമാധി ചെയ്യാൻ കഴിയൂ. ചുമട്ട് തൊഴിൽ നരനാണ് നാരായണൻ, മനുഷ്യനാണ് ദൈവം. നമ്മൾ ഗോപസ്വാമി അങ്ങനെ മനുഷ്യനായിട്ട് ദൈവമായി. എതിർപ്പുകൾ ചെറിയ ഇതുണ്ട്. അത് ഒരു ഭാഗം ആളുകളുടെ എതിർപ്പാണ്. ആ എതിർപ്പാണ് ഇതൊരു മഹാസമാധിയായിട്ട് മാറിയത്. അതുകൊണ്ട് എതിർത്തവർക്ക് നന്ദി. നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ ദുരൂഹ സമാധി ഇപ്പോൾ മഹാസമാധിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ആദ്യം ചില ദുരൂഹതകളും മറ്റാരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ സമാധി ആക്കുകയാണ്. എന്താണ് നേരത്തെ പറഞ്ഞ ദുരൂഹതകൾ ചാനലുകളൊക്കെ വരുത്തിയ ദുരൂഹതയാണ്. ഈ സിവിൽ കേസുള്ള വിശ്വംഭരനാണ് പരാതി കൊടുത്തത്. പിന്നെ സ്വാമി കടപ്പെന്നാണ് ചാനലൊക്കെ പറഞ്ഞത്. സ്വാമി എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ വൈകുന്നേരം പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മറച്ചു വെച്ച് ചാനലൊക്കെ തോന്നും പോലെ പറഞ്ഞു. അങ്ങനെ ദുരൂഹത വന്നു. ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കോടതി പറഞ്ഞത് എന്താ, മരണ സർട്ടിഫിക്കറ്റ് വേണമെന്നാണ്. മരണ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ കോടതി പറഞ്ഞാൽ കണ്ണൂർ ഒരു പൗത്രൻ 3 ഡോക്ടർമാർ പരിശോധിച്ച് എന്നിട്ട് മരണ സർട്ടിഫിക്കറ്റും കൊടുത്ത് ആംബുലൻസ് കയറ്റിയപ്പോൾ കഴിച്ച്. അപ്പോൾ ഇതാണ് മോർച്ചറി കയറ്റിയപ്പോൾ കഴിച്ച്. ഇതാണ് മരണ സർട്ടിഫിക്കറ്റിൻ്റെ പ്രത്യേകത. അദ്ദേഹം ചെറുതിലെ മുതലേ ഒരു സാധന സന്യാസിയായിരുന്നു. മരുത്തോമലയിലായിരുന്നു. ആ ആശ്രമമൊക്കെ പൊന്നുമണി സ്വാമി എന്ന് പറഞ്ഞൊരാൾക്ക് കൊടുത്തിട്ട് വീണ്ടും ഇവിടെ തന്നെ ഈ പൂജ ചെയ്തുമാറ്റേ കഴിഞ്ഞ് അങ്ങനെ വന്ന സമയത്ത് ചുമട്ട് തൊഴിലാളിയായിരുന്നു. പിന്നെ അതിനാണ് ചാനൽ പ്രാധാന്യം കൊടുത്തത്. ചുമട്ട് തൊഴിലാളിക്കാരന് സമാധിയാവാക്കൂ എന്ന്. ചുമട്ട് തൊഴിലാളിക്കാർ വൈകുണ്ഠസ്വാമിക്കും ശ്രീനാരായണനും അതുപോലെ ചട്ടമ്പി സ്വാമിക്കും മാത്രമേ സമാധി ചെയ്യാൻ കഴിയൂ. ചുമട്ട് തൊഴിൽ നരനാണ് നാരായണൻ, മനുഷ്യനാണ് ദൈവം. ഈ നമ്മൾ ഗോപസ്വാമി അങ്ങനെ മനുഷ്യനായിട്ട് ദൈവമായി. അത് എതിർപ്പുകൾ ചെറിയ ഇതുണ്ട്. അത് ഒരു ഭാഗം ആളുകളുടെ എതിർപ്പാണ്. ആ എതിർപ്പാണ് ഇതൊരു മഹാസമാധിയായിട്ട് മാറിയത്. അതുകൊണ്ട് എതിർത്തവർക്ക് നന്ദി. ഈ കുടുംബത്തിന് ഏതെങ്കിലും രീതിയിലുള്ള അപാകത സംഭവിച്ചിട്ടുണ്ടോ? കാരണം ഈ മരണം അറിയിക്കുന്നതിലുമായി ബന്ധപ്പെട്ട് ഉണ്ട്. മരണം നടന്നിടം പഞ്ചായത്ത് മുമ്പറേയും പോലീസിനെയൊക്കെ അറിയിക്കണമായിരുന്നു. അത് അവർ അന്ധമായ വിശ്വാസികളാണ്. അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ സമാധി ചടങ്ങുകൾ കഴിയുന്നത് വരെ ആരും പറയരുത്. അച്ഛനനുസരിച്ച് മക്കൾ അത് നിയമദൃഷ്ടിയിൽ ശരിയാണോന്ന് ചോദിച്ചാൽ ശരിയല്ല, പറയണമായിരുന്നു. പക്ഷേ അച്ഛനെ അനുസരിച്ച മക്കൾ, അച്ഛൻ്റെ നിന്ന് പൂജ പിടിച്ച മക്കൾ, അച്ഛൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. പക്ഷേ ആ മക്കൾ തന്നെയാണ് ഇത് അറിയിച്ചത്. ലോകത്തിന് എല്ലാം പോസ്റ്ററൊക്കെ ഒട്ടിച്ച് ഒളിച്ചു വെച്ചതൊന്നുമില്ല. പിന്നെ ഒരു കുറവുണ്ട് അവർക്ക്. ഇത്തരം കാര്യങ്ങൾ നേരിട്ട് ചെയ്യാനൊക്കെ ഉള്ള പ്രാപ്തി സ്വപ്ന കുറവുണ്ട്. അതുണ്ടായി. അതിനൊഴിച്ച് ബാക്കിയെല്ലാം ഒരു വലിയ ഒരു ഭക്തനാണ്. നമുക്ക് നേരത്തെ അറിയാം ഈ സ്വാമിയെ. അതിനിടയിൽ ഈ ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്ന അത്തരത്തിലുള്ള വാചകങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നല്ലോ. അതൊക്കെ സത്യമല്ലേ? മഹാസമാധിയായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതാഗ്രഹം ഭാര്യയോട് പറഞ്ഞിരുന്നു. ഒരാഴ്ച മുമ്പ് നമ്മൾ ഇവിടുത്തെ കൗൺസിലറോട് പറഞ്ഞിരുന്നു. ഇങ്ങനെ അവർ എല്ലാ ആചാരത്തോടുകൂടി മക്കളും അവരൊക്കെ കൂടി ഒരു ചടങ്ങ് നടത്തി പൂർത്തീകരിച്ചതിനെ എടുത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇവിടെയൊക്കെ ഇട്ട് വലിച്ച് അതിനെയൊക്കെ ഇടിച്ച് പൊട്ടിച്ച് അതിൽ ഒരു അപാകത ഉണ്ട്. അതിൻ്റെ പരിഹാരം തന്നെയാണ് ഇത് സന്യാസിമാരും എല്ലാവരും അടങ്ങുന്ന ഒരു സമൂഹം വന്ന് ഇത് ഏറ്റെടുത്ത് ചെയ്യണത്. ഈ ഇത്തരത്തിൽ ഈ ആരെയും അറിയിക്കാതെ അല്ലെങ്കിൽ കുടുംബത്തെ മാത്രം അറിയിച്ചുള്ള ഇത്തരത്തിലുള്ള സമാധി എങ്ങനെയാണ് നോക്കിക്കാണും? ഈ അറിയിക്കണമെന്നുള്ള പക്ഷമായിരുന്നു. പക്ഷെ അറിയിച്ചില്ല എന്ന് പറഞ്ഞൊരു മഹാപാവമായിട്ടൊന്നും ഞാൻ നോക്കില്ല. കാര്യം അച്ഛനെക്കാൾ വലുതല്ല ബാക്കി. അദ്ദേഹം ഭക്തനായിട്ട് അച്ഛൻ പറഞ്ഞു, എൻ്റെ ചടങ്ങുകൾ പൂർണ്ണമായിട്ടല്ലാതെ ഇവിടെ ഈ സ്ഥലത്തുള്ള കുറച്ച് ആളുകൾ എതിരാണ്. ഇവിടെ പാട്ടിടുമ്പോൾ എതിരുണ്ട്. ചിലർക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ ഓ നമ ശിവ കേൾക്കുമ്പോൾ എതിരുള്ളവരുണ്ട്. ഇദ്ദേഹം നല്ല ദ്രോഹിക്കുന്നുണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ചടങ്ങുകൾ പൂർണ്ണമാവട്ടെ, അതിനുശേഷം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അച്ഛനെ അനുസരിച്ച മക്കൾ ചെയ്തത് വലിയ കുറ്റമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് അത് വേണമായിരുന്നു എന്നുള്ള എൻ്റെ അഭിപ്രായം.